നമസ്തേ. ഗ്രാൻഡ് മാസ്റ്റർ ചൊവാക്കോക്സിയുടെ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ്. സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് എന്താണ്? സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ്. What do you mean by spiritual? So master says what we call science is actually physical science. What we call spirituality is actually inner sciences or sciences not dealing with the physical world. സോ ഇവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ട് കാണുന്നതല്ലാത്ത, ഭൗതിക ലോകത്ത് നമ്മൾ പരിഗണിക്കാത്ത ഘടകങ്ങളെ പരിഗണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇന്നർ വേൾഡ് അല്ലെങ്കിൽ ഇന്നർ സയൻസ് ആണ് സ്പിരിച്വാലിറ്റി. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ഭൗതിക തലത്തിൽ നമുക്ക് ധാരാളം കറക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. അതേ സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഭൗതികമായിട്ട് യാതൊന്നും ചെയ്യാനും ഉണ്ടാവില്ല. ഇനി ഇവിടെയാണ് ഈ ആന്തരികമായ തലത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എനർജി തലത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്. സോ ഗ്രാൻഡ് മാസ്റ്റർ ഇവിടെ പറയാണ്, സ്പിരിച്വൽ എന്നുള്ളതിന് അർത്ഥം പറയുന്നത് യൂസ് ഓഫ് എനർജി ആൻഡ് സ്പിരിച്വൽ ലോസ് ടു ഇൻക്രീസ് സക്സസ്. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താം. വെൻ എനർജി ചേഞ്ചസ്, പീപ്പിൾ ചേഞ്ചസ്. യൂസ് ഓഫ് എനർജി ആൻഡ് സ്പിരിച്വൽ ലോസ് ടു ഇൻക്രീസ് സക്സസ്. വെൻ യു ചേഞ്ച് ദ ഇന്നർ വേൾഡ്, യു ചേഞ്ച് ദ ഫിസിക്കൽ വേൾഡ്. സോ ഭൗതിക തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ആന്തരിക ലോകത്ത് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സക്സസ് ഉറപ്പുവരുത്താം, എങ്ങനെ കാര്യങ്ങളെ നമുക്ക് സൂക്ഷ്മതലത്തിൽ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഭൗതിക തലത്തിൽ കാര്യങ്ങളെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ടും നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. അതേപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. എങ്ങനെയാണ് ഇഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്, എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ്ലി നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിൽ പഠിപ്പിക്കുന്നതാണ്. മറ്റൊന്ന് മാനേജ്മെന്റ് ബൈ ദ 7 റേസ്. ഇവിടെ 7 റേസ് എന്ന് പറയുന്നത്, 7 റേസ് എന്ന് പറയുന്നത് നമ്മളുടെ 7 ക്വാളിറ്റീസ് ആണ്, 7 ഗുണങ്ങളാണ്. പലപ്പോഴും നമ്മളുടെ ജീവിത വിജയത്തിനും പുരോഗതിക്കും തടസ്സമായിട്ടിരിക്കുന്നത് നമ്മളുടെ ചില കഴിവുകളുടെ അപര്യാപ്തതയാണ്, കുറവാണ്. സോ എങ്ങനെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് നമ്മൾ ഏതെല്ലാം ക്വാളിറ്റീസ് നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ട്, എങ്ങനെ നമുക്കത് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെല്ലാം ക്വാളിറ്റീസ് ആണ് ലാഗ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളിലുള്ള ക്വാളിറ്റി എന്താണ്, മറ്റുള്ള ആളുകളിലുള്ള ക്വാളിറ്റി എന്താണ്, ഇനി ഏതെല്ലാം ആളുകളെ നമ്മൾ ഈ ടീമിലേക്ക് ചേർത്തുകൊണ്ട് നമുക്ക് ഈ 7 റേസും ഉൾപ്പെടുന്ന ഒരു ടീമാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെ നമ്മുടെ മിഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ്, നമ്മുടെ പദ്ധതികളൊക്കെ സക്സസ്ഫുൾ ആക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാനേജ്മെന്റ് ബൈ ദ 7 റേസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനാകും. നിങ്ങളൊരു ബിസിനസ് സംരംഭകരാണെങ്കിൽ, നിങ്ങളൊരു ഓഫീസ് നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാഫിന്റെ ആ ടീമിലെല്ലാം തന്നെ ഈ വ്യത്യസ്തമായ റേസിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്, സക്സസ് ഗ്യാരണ്ടീഡാണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോ പർട്ടിക്കുലർ ജോബ് ചെയ്യാനും ഏത് തരത്തിലുള്ള, ഏത് റെയിലിൽപ്പെട്ട ആളാണോ ഇന്ന ജോലി ചെയ്യാൻ നല്ലത് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് അവരുടെ ജോലി നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് എന്താ പറയാ, ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ അവരുടെ സേവന മേഖലകളെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചു നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതുവഴി ആ ബിസിനസ്സിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ, വലിയ സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ മാനേജ്മെന്റ് ബൈ ദ 7 റേസ്. കബലിസ്റ്റിക് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വർഷവും ഏത് സമയത്താണ് ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം നമുക്ക് വരുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം നമുക്ക് ഉണ്ടാവുന്ന കാലയളവില് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾക്ക് അനുകൂലമാണ്, ഏതെല്ലാം കാര്യങ്ങൾക്ക് അത്ര അനുകൂലമല്ല, ഇങ്ങനെ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു വർഷം നമുക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ സമയത്തെ
നമുക്ക് ആ പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കാനും അല്ലെങ്കിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിക്കാനുമായിട്ട് മാറ്റിവെക്കാൻ സാധിക്കും. അതേ സമയത്ത് ചില സമയം ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു സമയത്തേക്ക് അതിനെ മാറ്റിവെക്കാനും ആ സമയത്ത് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി അനുകൂലമല്ലാത്തൊരു സമയമാണ് ചില കാര്യങ്ങൾ എന്ന് നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ടെക്നിക്സ് അറിയാം, നമുക്ക് ധാരാളം തന്ത്രങ്ങൾ അറിയാം. നമുക്ക് നമ്മുടെ എനർജിയിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മെഡിറ്റേഷനിലൂടെയും ഹീലിങ്ങിലൂടെയും ഒക്കെ നമ്മുടെ എനർജിയിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനും സാധിക്കും. സോ ടൈം മാനേജ്മെന്റ് ബൈ കബലിസ്റ്റിക് സൈക്കിൾ. ദെൻ സയൻസ് ഓഫ് ടൈമിങ്സ് ഫോർ എഫിഷ്യന്റ് ടൈം മാനേജ്മെന്റ്. ഇവിടെ സയൻസ് ഓഫ് ടൈമിങ്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, നമുക്ക് ഒരു അനുകൂലമായ സമയം, ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾക്ക് ആണ് നമ്മൾ എത്രയൊക്കെ സമയം വെച്ച് നമ്മൾ അത് ചെലവഴിക്കണം, നമുക്ക് എങ്ങനെ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെസ് റിലീഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ നമുക്ക് എങ്ങനെ സ്ട്രെസ് ഫ്രീ ആവാൻ സാധിക്കും, അതിനു വേണ്ട ബ്രീത്തിങ്, മെഡിറ്റേഷൻ ടെക്നിക്സ്, ഇതെല്ലാം ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എങ്ങനെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി, അതേപോലെ തന്നെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിന് സഹായകരമായിട്ടുള്ള നിയമങ്ങൾ, ഇതെല്ലാം നമ്മളിവിടെ പഠിക്കും. അതേപോലെ റാപ്പിഡ് ആൻഡ് ഇൻസ്റ്റന്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ റീചാർജിങ് ടെക്നിക്. ചില സമയത്ത് നമ്മൾ ഫിസിക്കലി എക്സോസ്റ്റഡ് ആവും. സോ നമുക്ക് എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫിസിക്കലി റീചാർജ് ചെയ്യാൻ സാധിക്കും. ചില സമയത്ത് നമ്മൾ മെന്റലി എക്സോസ്റ്റഡ് ആവും. സോ മെന്റലി എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഇൻവോൾവ്മെന്റ് വേണ്ട കുറെ ജോലികൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മാറ്റിവെക്കും. നമ്മൾ മെന്റലി നമ്മൾ അത്ര എനർജറ്റിക് ആവില്ല. എങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റാപ്പിഡ് ആയിട്ട് നമുക്ക് എങ്ങനെ മെന്റൽ റീചാർജിങ് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. മറ്റൊന്ന്, ഒരു ഹാർമോണിയസ് ബിസിനസ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ. മാനേജ്മെന്റ് ബൈ ദ സ്ഫിങ്സ്. സോ ഈ സ്ഫിങ്സിന്റെ ഇന്നർ ടീച്ചിങ്സ് എന്താണ്, ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വഴി ഇത് പല ഒരുപാട് ക്വാളിറ്റീസ് സിംബോളിക് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ സിംബോളിക് ആയിട്ട് കാണിച്ചിരിക്കുന്നതിലുള്ള ക്വാളിറ്റീസ് എന്തെല്ലാമാണോ, സോ ഇതുവഴി നമുക്ക് എങ്ങനെ കാര്യങ്ങളെ മാനേജ് ചെയ്യാം, ഇതിൽ പറയുന്ന ക്വാളിറ്റീസ് വഴി നമുക്ക് എങ്ങനെ കാര്യങ്ങളെ മാനേജ് ചെയ്യാം, ഈ ക്വാളിറ്റീസിന്റെ ഒക്കെ പ്രാധാന്യം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. മറ്റൊന്ന് ഇൻവേർട്ടഡ് ട്രീ ഓഫ് ലൈഫ് ആണ്. ധാരാളം ട്രഡീഷണൽ സ്പിരിച്വൽ കോൺസെപ്റ്റ് രീതിയിലൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇൻവേർട്ടഡ് ട്രീ ഓഫ് ലൈഫ്. വേരുകൾ മുകളിലേക്കും അതിന്റെ ശാഖകൾ താഴേക്കുമായിട്ടുള്ള ഒരു വൃക്ഷത്തെ കുറിച്ചുള്ള എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇൻവേർട്ടഡ് ട്രീ ഓഫ് ലൈഫ് എന്നുള്ള കോൺസെപ്റ്റ് എന്നുള്ളത്. സോ ഇങ്ങനെ ധാരാളം കാര്യങ്ങളാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. പ്രാണിക് ഫെങ്ഷുയി കോഴ്സ് വരുന്നത് സാറ്റർഡേ 5th ജൂലൈ ആണെങ്കിൽ 6th ജൂലൈയിലാണ്. നെക്സ്റ്റ് ഡേ സൺഡേ 6th ജൂലൈയിലാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് വരുന്നത്. സ്ഥലം തൃശ്ശൂര്, ഹോട്ടൽ ദാസ് കോണ്ടിനെന്റലാണ്. സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് ബേസിക് പ്രാണിക് ഹീലിംഗ് കഴിഞ്ഞ ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ കോഴ്സ്. അതേസമയത്ത് പ്രാണിക് ഫെങ്ഷുയി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അഡ്വാൻസ് പ്രാണിക് ഹീലിംഗ് കോഴ്സ് കഴിഞ്ഞിരിക്കണം. സോ ബേസിക് പ്രാണിക് ഹീലിംഗ് കഴിഞ്ഞ എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ബേസിക് പ്രാണിക് ഹീലിംഗ് എലിജിബിലിറ്റി വെച്ചുകൊണ്ട് ചെയ്യാവുന്ന കുറച്ച് ഹയർ കോഴ്സുകളുണ്ട്. അതിലൊരു കോഴ്സാണിത്. ഇത് നിങ്ങൾ ഏത് സേവന മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതേപോലെ നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിന്റെ ലളിതമായ ടീച്ചിങ്സ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് വഴി നമുക്ക് നമ്മുടെ സേവന മേഖലയിലും അതേപോലെ നമ്മുടെ ബിസിനസ്സിലെല്ലാം
കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് ലളിതമായിട്ട് കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ നമ്മൾ പ്രാണിക് ഹീലിംഗ് പഠിച്ച് നമ്മൾ സട്ടിൽ എനർജിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഈ കോഴ്സിലൂടെ ധാരാളം കാര്യങ്ങൾ ഊർജ്ജതലത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുമ്പോൾ എങ്ങനെയാണ് ഭൗതിക തലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഈ ഭൗതികമായിട്ടുള്ള തലം എന്ന് പറയുന്നത് മറ്റ് ആന്തരിക തലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഭൗതിക തലം പറയുന്നത് വളരെ ചെറിയൊരു തലമാണ്, വളരെ ചെറിയ തലം മാത്രമാണ്. അതിന്റെ ഒരു ഭൂരിഭാഗവും വരുന്നത് ആന്തരികമാണ്. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം, ഐസ് വെള്ളത്തില് പൊങ്ങിക്കിടക്കുന്ന ഭാഗം അതിന്റെ 9 ഭാഗം മറ്റോ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം അതിന്റെ ഇൻവിസിബിൾ പാർട്ട് അല്ലെങ്കിൽ അതിനുള്ളിലാണ്, ഇന്നർ പാർട്ടാണ്. ഔട്ടർ പാർട്ട് പറയുന്നത് 9 ഭാഗം മറ്റോ ആണ് വരുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളുടെ എല്ലാം തന്നെ നമ്മൾ ഈ ഭൗതികമായിട്ട് കാണുന്നു എന്ന് പറയുന്നത് അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ മേജർ പാർട്ടിൽ കാര്യങ്ങൾ വരുത്തുന്ന സമയത്ത് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഭൗതിക തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത്. ഭൗതിക തലത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സാധ്യമായതെല്ലാം ചെയ്യും. പക്ഷെ ഈ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നത് വഴി നമുക്ക് എങ്ങനെ ഇന്നർ വേൾഡിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആന്തരിക ലോകത്ത് ഊർജ്ജ തലത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭൗതിക തലത്തില് വിജയം കൈവരിക്കുക എന്നുള്ളതാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലൂടെ നമ്മളെല്ലാവരും പഠിക്കുന്നത്. സോ നിങ്ങളെല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബേസിക് പ്രാണിക് ഹീലിംഗ് മാത്രമാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത വേണ്ടത്. സോ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ആത്മാ നമസ്തേ.